തിരഞ്ഞെടുപ്പ് ഫലത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. മഹാരാഷ്ട്രയിൽ ഏതെങ്കിലും ഒരു പാർട്ടി വ്യക്തമായ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തുമോ അതോ 2019 നാടകങ്ങൾ ആവർത്തിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ജനം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി ഇത്തവണ മഹാരാഷ്ട്രയിൽ. 2019 61.4% ഇത്തവണ അത് 66.05% ഉയർന്നു. കർഷക പ്രക്ഷോഭം ആളിക്കത്തിയ വിദർഭ മേഖലയിലാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ പോളിംഗ്. ഇവിടെ ഭരണവിരുദ്ധ വികാരം പ്രകടമായ ഇന്ത്യ സഖ്യം അവകാശപ്പെടുമ്പോൾ 2019 BJP 29 സീറ്റ് നേടിയ മേഖലയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു മഹായുതി. കോൺഗ്രസും NCPയും ചേർന്ന് 21 സീറ്റാണ് വിദർഭയിൽ കഴിഞ്ഞ തവണ നേടിയത്. മറാത്ത വാദവും തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളും കണ്ട മറാത്ത്വാഡ മേഖലയിൽ പോളിംഗ് ശതമാനം മുൻ തെരഞ്ഞെടുപ്പുകളേക്കാൾ കുറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശവാദങ്ങൾക്കപ്പുറം കൃത്യമായ ചിത്രം തരാതെ സസ്പെൻസ് നിലനിർത്തുകയാണ് മഹാരാഷ്ട്ര. ജാർഖണ്ഡിൽ മുക്തി മോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യവും BJPയുടെ നേതൃത്വത്തിൽ NDAയും നേരിട്ടാണ് മത്സരം. 67.74% ജാർഖണ്ഡിലെ ആകെ പോളിംഗ് ശതമാനം. ആദ്യഘട്ടത്തിൽ 65.36%, രണ്ടാം ഘട്ടത്തിൽ 68.95% രേഖപ്പെടുത്തി. ഗ്രാമീണ മേഖലകളിലും നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിലും ഒരുപോലെ കനത്ത പോളിംഗ്. പടിഞ്ഞാറൻ സിംഗ്ഭു ജില്ലയിലും മനോഹർപൂരിലും മാവോയിസ്റ്റ് ഭീഷണി മറികടന്ന് ആളുകൾ പോൾ ചെയ്തു. ഗോത്രമേഖല തുണയ്ക്കുമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം. നഗരമേഖല ഒപ്പം നിൽക്കുമെന്ന് BJPയും കണക്കുകൂട്ടുന്നു. വനിതാ വോട്ടുകൾ എങ്ങോട്ട് എന്നുള്ളത് നിർണായകമാകും. ഹേമന്ത് സോറന്റെ ജയിൽവാസം ഉൾപ്പെടെ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടിയായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ പ്രചാരണം. റൊട്ടി, ബേട്ടി, മിട്ടി എന്നിവയ്ക്ക് സംരക്ഷണം കൊണ്ടുവരുമെന്നതായിരുന്നു BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാചകം. ജനങ്ങൾ ഇതിൽ ആരുടെ വാഗ്ദാനങ്ങൾക്കൊപ്പം നിന്നുവെന്നറിയാൻ നാളെ വരെ കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.